നിങ്ങൾ ഒരാളെ എത്രത്തോളം സ്നേഹിച്ചിട്ടും അയാൾക്കുവേണ്ടി എന്തൊക്കെ ത്യാഗം സഹിച്ചിട്ടും അയാളുടെ സന്തോഷത്തിനും സ്വപ്നങ്ങൾക്കും വേണ്ടി പ്രയത്നിച്ചിട്ടും അയാൾ നിങ്ങൾക്ക് തിരികെ നൽകുന്നത് അവഗണനയാണെങ്കിൽ മനസ്സിലാക്കുക, അയാൾക്കുവേണ്ടി നിങ്ങൾ ചെയ്തതൊക്കെ കമഴ്ത്തിവച്ച ഒരു കുടത്തിൽ വെള്ളം നിറയ്ക്കുക എന്ന പ്രവൃത്തിക്ക് തുല്യമാണ്. നിങ്ങളോട് ആത്മാർത്ഥതയുള്ള സ്നേഹമുള്ള ഒരാൾ ഒരിക്കലും നിങ്ങൾ അയാൾക്കുവേണ്ടി ചെയ്ത നന്മകളെ അവഗണിക്കുകയില്ല. മറിച്ച് നിങ്ങളെ അയാൾ അവഗണിക്കുകയാണെങ്കിൽ മനസ്സിലാക്കുക, അയാൾക്ക് ഉയരങ്ങളിലെത്താൻ നിങ്ങളെ ഒരു ചവിട്ടുപടിയായി മാത്രമാണ് അയാൾ ഉപയോഗിച്ചതെന്ന്. അത്തരക്കാരായ ആൾക്കാരോട് നിങ്ങളെ പരിഗണിക്കാൻ പിന്നാലെ നടന്ന് യാചിക്കാതിരിക്കുക. മാത്രമല്ല, നിങ്ങളുടെ സഹായമില്ലായിരുന്നെങ്കിലും അയാൾ ഈ നേട്ടങ്ങളൊക്കെ കൈവരിക്കുമെന്നും അയാൾ നേടിയതൊക്കെ അയാളുടെ കഴിവുകൊണ്ട് മാത്രമാണെന്നും അയാൾ വിളിച്ചു പറയും. അതുകൊണ്ടുതന്നെ നിങ്ങളെ അവഗണിക്കുന്നവരെ അതിനേക്കാൾ ശക്തമായി അവഗണിക്കാൻ പഠിക്കൂ. നിങ്ങൾ എപ്പോഴാണോ അവഗണിക്കാൻ തുടങ്ങുന്നത്, അന്നുമുതൽ അവർ നിങ്ങളുടെ പിന്നാലെ വരാൻ തുടങ്ങും. കാരണം നിങ്ങൾ അവഗണിക്കാൻ തുടങ്ങുമ്പോഴേ അവർ നിങ്ങളുടെ വില തിരിച്ചറിയുകയുള്ളൂ. നിങ്ങളില്ലെങ്കിൽ, നിങ്ങളുടെ സഹായമില്ലെങ്കിൽ അവർ ഒന്നുമല്ല എന്ന സത്യം അവർ തിരിച്ചറിയുമ്പോൾ നിങ്ങളെ പരിഗണിക്കാൻ അവർ പിന്നാലെ വരും. ഒരിക്കൽ നിങ്ങളെ അവഗണിച്ചവരെ നിങ്ങൾ വീണ്ടും പരിഗണിക്കരുത്. കാരണം നിങ്ങളുടെ വ്യക്തിത്വം നിങ്ങളവിടെ നഷ്ടമാകും. നിങ്ങൾ അഭിമാനമില്ലാത്തവരാകും. അവർ വീണ്ടും നിങ്ങളെ അവഗണിക്കും. ഓർക്കുക, ഒരിക്കൽ നിങ്ങളെ അവഗണിച്ചവരെ പിന്നീടൊരിക്കലും നിങ്ങൾ പരിഗണിക്കരുത്. ഒന്ന് തിരിഞ്ഞുപോലും നോക്കാതെ മുന്നോട്ടു പോകുക. അവിടെ മനോഹരമായ ഒരു ജീവിതം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്.